ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിത് കാണാനായിട്ട് പോകുന്നത് ഞാൻ ട്രിപ്പ് പോകാനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ പുറത്തിരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം, അതുകൊണ്ട് ഭയങ്കര പുറത്തെ ഓരോ ശബ്ദങ്ങളൊക്കെ ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോകാനായിട്ട് വയനാട്ടിലേക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോകാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ വിചാരിക്കുന്നതാണ് ഡ്രസ്സ് ഓർഡർ ചെയ്യണം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യണം. അങ്ങനെ കുറേ നാൾ നോക്കിയിരുന്ന് അവസാനം മടി പിടിച്ച് ഒരു ദിവസം ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ ഡെലിവറി ഡേറ്റ് അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏകദേശം ഡെലിവറി അടുത്തുള്ളതൊക്കെ നോക്കി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴേ അതിലേത് അവസാനം വരുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഡെലിവറി ടൈം എല്ലാത്തിനും അങ്ങനെയായി. അതായത് അത് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാം കൂടെ കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ട് എനിക്കൊന്നും എൻ്റെ ട്രിപ്പിന് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ കാണിച്ചു തരാമെന്ന്. ഏതൊക്കെയാണെന്ന് ഇട്ട് കണ്ടപ്പോൾ എല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പക്ഷെ എനിക്കിത് ഇടാൻ പറ്റിയില്ലല്ലോ, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. അത് ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പ് കേട്ടോ. അത് ഈ ഒരു ബ്ലൂ ഒരു ടോപ്പ്, ഒരു ടീഷർട്ടാണ്. ടോപ്പ് അല്ലാതെ നമുക്ക് ജീൻസിനോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയുന്ന ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഒരു റോയൽ ബ്ലൂ കളറ്, നല്ല കളറാണ്. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും നല്ലോണം സ്യൂട്ടാകുന്നൊരു കളറാണ്. അപ്പോൾ ഈ ഒരു കളറുള്ള ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ജീൻസിൻ്റെ കൂടെ, ഡെനിം ജീൻസിൻ്റെ കൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഇതിന് വില എന്തോണ്ടോ കൂടെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ, പ്രൈസ് ഞാൻ നോക്കട്ടെ. ഭയങ്കര റേറ്റ് കുറവാണ്. ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് വേറോ മോദാന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു റെഗുലർ ഫിറ്റ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഞാനതൊരു മീഡിയം സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണാം. കുറച്ച് ലൂസ് ഫിറ്റ് ആണ്. എനിക്ക് അങ്ങനെയുള്ള ടൈപ്പാണ് ഇഷ്ടം. ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് റെഗുലർ ഫിറ്റ് ആയതുകൊണ്ട് കുറച്ച് ലൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒരു സൈസ്, ഞാൻ സാധാരണ സ്മോൾ സൈസാണ്, പക്ഷേ ടീഷർട്ട് കാര്യങ്ങളൊക്കെ മീഡിയം സൈസാണ് ചൂസ് ചെയ്യാൻ. അപ്പോൾ ലാർജ് അല്ലെങ്കിൽ മീഡിയം. അപ്പോൾ കണ്ട നൈസായിട്ടുണ്ട്. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ഞാനൊരു ഓഫർ ആ ഒരു ടൈമിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയപ്പോൾ പണി പാടില്ല, അതുകൊണ്ട് 230 കാണിക്കണം. പക്ഷെ അത്രയും റേറ്റ് ഒന്നും ഇല്ല സംഭവത്തിന്, നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഇതിൽ സെൽഫായിട്ടുള്ളൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. വെറുതെ പ്ലെയിൻ അല്ല, സോളിഡ് കളറാണ് എങ്കിലും ഇതിൽ തന്നെ സെൽഫായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് 300 എത്ര കണ്ടാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ പറയാം, ഇപ്പോൾ 16 തുടങ്ങി 20 വരെ ആമസോണിൽ മെഗാ ഫാഷൻ സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയല്ലേ, അതെ, മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. 16 തുടങ്ങി 20 വരെ ഉണ്ട് ഫെബ്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും 70% ഓഫ് ഉണ്ട് കേട്ടോ, ടോപ്പ് ബ്രാൻഡ്സിലൊക്കെ, ഫാഷൻ പ്രൊഡക്ട്സിനൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇതുപോലെ എന്നെ പോലെയൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇത് കൂടാണ്ട് ഇതിൻ്റെ സെയിം കളർ, ഇതേ പാറ്റേണിലുള്ള ഒരു സെയിം കളറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ്. ഞാനെല്ലാം ഇട്ട് നോക്കിയിട്ട് മറച്ച് വെച്ചിട്ട് കളർ ഈ ഒരു ടീഷർട്ടാണ്. ഇത് സെയിം സാധനം തന്നെ, ബ്ലാക്ക് ആണെന്ന് മാത്രം. ഇതിലും സെൽഫായിട്ടുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭംഗിയായിട്ട് കാണാം. അത്രയും സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ സെൽഫായിട്ട് അതേ കളറിൽ തന്നെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. വെരോമോദയുടെ തന്നെ പ്രൊഡക്റ്റാണ്. പിന്നെ ഇതും മീഡിയം സൈസാണ്. എനിക്ക് ഭയങ്കര വിഷമമായില്ലേ, കാരണം ഞാൻ അവസാനം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു. ഷോപ്പിൽ നിന്ന്, സുഡിയോ അങ്ങനെ പോലെയുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് തലേ ദിവസം പോയി വാങ്ങിയിട്ടാണ് ഞാൻ ട്രിപ്പിനിട്ട് പോയത്. കാരണം ഇത് ഭയങ്കരമായിട്ട് ലേറ്റായി. ഞാൻ ശരിക്കും വിഷമിച്ചു. ഞാനാണെങ്കിൽ ട്രിപ്പിൻ്റെ അടുത്ത നോക്കണേ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ വീഡിയോസൊക്കെ ഭയങ്കര കുറവാണ്. വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്ളോഗ്സ് ഇടാനുള്ളതായിരുന്നു കിട്ടില്ല. കാരണം ഇനി ക്ലാസ്സൊക്കെ എൻ്റെ കഴിഞ്ഞു, 2 മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഫുൾ എക്സാംസാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ എല്ലാം വീഡിയോയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഷൂട്ട് ചെയ്ത് ഇടാനുള്ള ടൈമാണ് കിട്ടാത്തത്. എഡിറ്റ് ചെയ്തിടാനുള്ള ടൈമാണ് കിട്ടാത്തത്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഒരുവിധം എല്ലാം വെറോമോദയുടെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം ആ ഒരു ബ്രാൻഡിൽ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ. ഇതാണ് അടുത്തൊരു ടീഷർട്ട് വന്നിട്ട്. ഇതും നല്ല നൈസായിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മഞ്ഞ കളറുള്ള പോക്കറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് അത്രയ്ക്കൊന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ ഒക്കെ നല്ല രസമുണ്ട്. വൈറ്റ് കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നുണ്ട് താഴത്തേക്ക്. ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലോട്ട് പ്ലെയിൻ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ഇതും മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത്. ലൂസായിട്ട് കിടക്കുന്നതാണ്, നല്ല രസമല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഇറുകി കിടക്കും. അപ്പോൾ ഇതും ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സുഖമുണ്ട്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ എല്ലാം ഞാൻ വാങ്ങുന്ന സമയത്തൊരു എന്താ പറയുക,
ഒക്കെ വലിയ ബിലോ 500 ആയിരുന്നു ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട്. ഞാൻ അങ്ങനെ നോക്കി എൻ്റെ ബഡ്ജറ്റ് ഒപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തതും കുറേ ടോപ്സാണ് കേട്ടോ. അത് പലതരത്തിൽ പെയർ ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം, അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അടുത്തതും ഞാൻ ഇട്ടിട്ട് കലങ്കൊലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് പോൾക്ക ഡോട്ട്സ് വരുന്ന ഒരു നമ്മൾ പറയില്ലേ ചാണക പച്ചക്കളർ എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയും. ഇത് ഒലിവ് ഗ്രീൻ ആണ്. ഒലിവ് ഗ്രീൻ കളറിൽ വൈറ്റ് കളർ പോൾക്ക ഡോട്ട്സ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ടീഷർട്ടല്ല, ഒരു ടോപ്പാണ്. ഫ്രണ്ടിൽ കുറേ ബട്ടൺ ക്ലോഷറൊക്കെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, വെറുതെ ഒരു ബട്ടൺസ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീനക്കാണ്. ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ സൈസാണ്. കാരണം ഇത് വല്ലാണ്ട് നമുക്ക് എന്താ പറയുക ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ്. കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ മേൽഭാഗത്തോട്ട് ഇങ്ങനെ ലൂസായിട്ട് സ്ലീവൊക്കെ കണ്ടാവും. പ്രത്യേകിച്ച് ഇതിന് സ്ലീവ് കൊടുത്തിട്ടില്ല, ഷോൾഡറിനോട് കൂടിയിട്ടുള്ള സ്ലീവ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അത് ഇങ്ങനെ സ്ലീവ് കിടക്കുന്ന ഒരു ടൈപ്പാണ്. ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിങ്ങനെ അങ്ങോട്ട് ഫലിപ്പിക്കാനൊന്നും പറ്റണില്ല അങ്ങനെ. ഓക്കെ, പിന്നെ താഴെ ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്കേർട്ടിൻ്റെ കൂടെ, പെൻസിൽ സ്കേർട്ടിൻ്റെ കൂടെ, ഡെനിം സ്കേർട്ട് അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പെയർ ചെയ്യാനൊക്കെ കരുതി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക ഷോൾഡർ, സ്ലീവ് അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ അതേ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതും നന്നായിട്ട് തോന്നി, നല്ല നൈസായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാനിതൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്തതാണ്. എൻ്റെ ആഗ്രഹങ്ങൾ അതൊക്കെയായിരുന്നു. അതൊക്കെ വെച്ച് ഇതൊക്കെ ഇട്ട് പൊളിയായിട്ട് പോകണമെന്നൊക്കെ, പക്ഷേ വിചാരിച്ചൊന്നും നടന്നില്ല. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ്, ഇതും നമ്മളൊരു ടോപ്പ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനത്തെയൊക്കെയല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ് വന്നിട്ട്. ഇത് നല്ല വീൽ പച്ച കളറാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ പറയുക. ഇത് വേറെ എന്ത് കളറെന്നാണ് പറയുക, ഒരു ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ, അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ല, അത് സീ ഗ്രീൻ കളർ വരുന്നതാണ്. ഇതുണ്ടോ, ഈ കളർ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ്. ഇതിൽ കുഞ്ഞു എന്താ പറയുക എംബ്രോയ്ഡറി വരുന്നുണ്ട് കേട്ടോ. ഫ്ലവർ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു കളറും നല്ല എന്താ പറയുക ഡാർക്ക് ബ്ലൂ കളർ നല്ലൊരു കോംബോ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സാധാ ഒരു ബ്ലൂ, അല്ലെങ്കിൽ എന്താ പറയുക ഡെനിമിൻ്റെ ഒക്കെ ഒരു ബ്ലൂ ഇല്ല, എന്ത് ബ്ലൂ ആ ഡാർക്ക് ബ്ലൂ, ആ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ, ഏതെങ്കിലും റോയൽ ബ്ലൂ ഒക്കെ ആയിട്ട് ഇത് നല്ല കോംബോ പോണതാണ്. നല്ല രസമാണ്. ഇതിന് പീറ്റർ കോളർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട പീറ്റർ കോളറാണ് ഇതിന് വരുന്നത്. ബാക്കിലോട്ടും ആ കോളർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് കുറച്ച് ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് എൽബോ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് എൽബോ സ്ലീവ് അല്ല, കുറച്ചിങ്ങനെ ചുരുക്കി ഇട്ടിരിക്കുകയാണ്. ഇതിന് താഴെ എലാസ്റ്റിക് വരുന്നുണ്ട്. അതുപോലെ കണ്ടില്ലേ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തോട്ടും ഇങ്ങനെ ഇതിന് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോപ്പ് ടോപ്പ് പോലെ കുറച്ച് കയറ്റൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് ടോപ്പ് പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇതും വെറോമോദയുടെ തന്നെയാണ്. മീഡിയം സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവരുടെ ബ്രാൻഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷാണ്. അവരുടെ പ്രൊഡക്ട്സൊക്കെ ഒരുവിധം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. കൂടാണ്ട് അഫോർഡബിൾ ആണ്. നമ്മുടെ ആ ഒരു റേഞ്ചിന് പ്രൈസ് റേഞ്ചിന് ഒത്തു പോണൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ആണ് കുറേ ഞാൻ ചൂസ് ചെയ്ത് വന്നപ്പോൾ ഫുള്ള് ഒരു ബ്രാൻഡായി പോയി. വേറെ കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലാണ്ടല്ല, പക്ഷേ ഇങ്ങനെ എനിക്ക് സെലക്ട് ചെയ്ത് കാർട്ടിലിട്ട് ഞാൻ ഇഷ്ടമുള്ളത് നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് വരുമല്ലോ, സോർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ ഒരു ബ്രാൻഡായി പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ, വരാനുണ്ട്, പിന്നാലെ ഉണ്ട്. അത് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതിലേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.